ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പം നമ്മുടെ സെറ്റ് എക്സാം ഈ സൺഡേ ആണ്. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ടോസ് അക്കാഡമിയിൽ ഒരുപാട് പബ്ലിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ഏരിയാസ്, ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് യൂണിറ്റ് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഏതൊക്കെ യൂണിറ്റിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 തുടങ്ങി 2023 വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അനാലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ടൈം ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്ന് നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തത് കൊണ്ടിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഇഫ് ആർക്കെങ്കിലും ഈ പറയുന്ന എക്സ്പെക്റ്റഡ് ഏരിയാസ് അറിയണമെന്നാണെങ്കിൽ നമ്മുടെ ടോസ് അക്കാഡമിയുടെ മുൻ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതിയാകും. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നും ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ള ഓരോ യൂണിറ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ആദ്യത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് 1, ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 1. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞല്ലോ എക്സ്പെക്റ്റഡ് ഏരിയ ഉണ്ടെന്ന്. എക്സ്പെക്റ്റഡ് ഏരിയാസിൽ നിന്നും വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജീനസ് നെയിം അതേപോലെ കോമൺ നെയിം കമ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് മന്ന ലൈക്കൻ. അപ്പം മന്ന ലൈക്കൻ എന്ന് പറയുന്നത് ലെക്കനോറ എസ്ക്യുലൻറ്റ എന്ന് പറയുന്ന ലൈക്കൻ ആണ്. ഈ ലൈക്കൻ്റെ കോമൺ നെയിമാണ് മന്ന ലൈക്കൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അതായത് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേസിൽഗർ ഓഫ് കൊമേഴ്സ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം. കേസിൽഗർ എന്ന് പറയുന്നത് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയും. സോ ഇറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഡയാറ്റംസ്. ഇനി അടുത്തതാണ് പിക്നോസൈലിക് വുഡ് ഇസ് സീൻ ഇൻ. പിക്നോസൈലിക് വുഡ് എന്ന് പറയുന്നത് പൈനസിലാണ് കാണുന്നത്. ആൻഡ് റിമൈനിങ് ഓൾ ഹാവ് മാനോസൈലിക് വുഡ്. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജീനസ് ടൈപ്പ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ജനറൽ ക്യാരക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഇസ് ഓർ ആർ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 3 ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ്, ദാറ്റ് ഇസ് ഹാപ്ലോഫേസ്, ഡൈക്കാരിയോഫേസ് ആൻഡ് ഡിപ്ലോഫേസ് ഓക്കർ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് പക്സീനിയ. അപ്പോൾ നമ്മൾ ലൈഫ് സൈക്കിൾ ഓഫ് പക്സീനിയ എടുത്തു കഴിഞ്ഞാൽ പക്സീനിയ ഇസ് എ മാക്രോസൈക്ലിക് ഫഞ്ചൈ. അതായത് 5 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പോറുകളിൽ ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ഫേസുകൾ ഉണ്ട്. അതായത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്ന ഒരു ഫഞ്ചൈ ആണ് പക്സീനിയ. അപ്പോൾ ഹാപ്ലോഫേസും ഉണ്ട്, ഡിപ്ലോഫേസും ഉണ്ട്. അപ്പം സർട്ടൻ കേസസിൽ ഹാപ്ലോയിഡ് സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് മൈസീലിയം ഫോം ചെയ്യുന്നുണ്ട്. ഈ ഹാപ്ലോയിഡ് മൈസീലിയം ഫെർട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിട്ട് ദേ ഫോംസ് എ ഡൈക്കാരിയോൺ. അപ്പോൾ ഡൈക്കാരിയോ ഫേസും പക്സീനിയയിൽ പ്രസൻറ്റ് ആണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫേസ്, ദാറ്റ് ഇസ് ഹാപ്ലോഫേസ്, ഡൈക്കാരിയോ ഫേസ്, ഡിപ്ലോഫേസ് ഒക്കർ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് പക്സീനിയ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്തത് ഇൻ യൂസ്റ്റിലാഗോ ഫസ്റ്റ് ഓഫ് ഓൾ സ്മട്ട് spores are produced which germinate to produce basidia and basidiospore. യൂസ്റ്റിലാഗോ എന്ന് പറയുന്നത് സ്മട്ട് ഫഞ്ചൈ ആണ്. ആൻഡ് ഇത് ബെസിഡിയോമൈസീറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ഫഞ്ചൈ ആണ് യൂസ്റ്റിലാഗോ. അപ്പോൾ ബെസിഡിയോമൈസീറ്റ്സ് ഫഞ്ചൈൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ബെസിഡിയ ഉണ്ട്. ബെസിഡിയയിൽ ബെസിഡിയോസ്പോറും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ ഇൻ യൂസ്റ്റിലാഗോ ദേ പ്രൊഡ്യൂസ് ബെസിഡിയ ആൻഡ് ഇൻ ബെസിഡിയ ദേ ഹാവ് ബെസിഡിയോസ്പോർസ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റ്യൂറോമൈസീറ്റ്സ് റീപ്രൊഡ്യൂസ് ബൈ പ്രൊഡ്യൂസിങ് എ വെറൈറ്റി ഓഫ് എസെക്ഷൽ സ്പോർസ് സച്ച് ആസ് കൊണീഡിയ, ക്ലമിഡോസ്പോർ, ആർത്രോസ്പോർസ് ആൻഡ് ഒയിഡിയ. ഡിറ്റ്യൂറോമൈസീറ്റ്സ് എന്ന് പറയുന്നത് ഫഞ്ചൈ ഇൻപെർഫെക്റ്റൈ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇവർക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. സോ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർ എന്ന് പറയുമ്പോൾ കൊണീഡിയ, ക്ലമിഡോസ്പോർ, ആർത്രോസ്പോർ, ഒയിഡിയ ഒക്കെയാണ്. സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡിറ്റ്യൂറോമൈസീറ്റ്സ് റീപ്രൊഡ്യൂസ് ബൈ പ്രൊഡ്യൂസിങ് എ വെറൈറ്റി ഓഫ് എസെക്ഷൽ സ്പോർ സച്ച് ആസ് കൊണീഡിയ, ക്ലമിഡോസ്പോർ, ആർത്രോസ്പോർ, ഒയിഡിയ എക്സെട്ര എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലോ. എ സോസർ ഷേപ്ഡ് എസെക്ഷൽ ബോഡി composed of a group of small conidiophores
bearing conidia arising from a stomatic mass of hyphae is termed as pycnidium. ഈ പറയുന്നത് പിക്നീഡിയം അല്ല, എസർവുലൈ ആണ്, അല്ലെങ്കിൽ എസർവുലസ് ആണ്. ആ സോസർ ഷേപ്പിലെ സ്ട്രക്ചറിലുള്ളത് എന്താണ്? സ്മോൾ കൊണീഡിയോഫോർസ് ഉണ്ട്. ഈ കൊണീഡിയോഫോർസിൽ എന്താ ഉള്ളത്? കൊണീഡിയയും ഉണ്ട്. കൊണീഡിയ ആൻഡ് കൊണീഡിയോഫോർ എവിടെ നിന്നാണ് അറൈസ് ചെയ്യുന്നത്? ഹൈഫയുടെ സൊമാറ്റിക് മാസ് ഓഫ് ഹൈഫയിൽ നിന്നാണ് കൊണീഡിയോഫോറും കൊണീഡിയം അറൈസ് ചെയ്യുന്നത്. അങ്ങനെ സോസർ ഷേപ്പിലുള്ള കൊണീഡിയോഫോർ അറൈസ് ചെയ്യുന്ന ഹൈഫൽ മാസിനെയാണ് പറയുന്നത് എസർവുലസ്. പിക്നീഡിയം അല്ല, പിക്നീഡിയം ഇസ് എ ഫ്ലാഷ് ഷേപ്പ് സ്ട്രക്ചർ. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 4 only. അടുത്ത ക്വസ്റ്റ്യനും ജീനസിൻ്റെ ജനറൽ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ബ്രയോഫൈറ്റ് വിച്ച് ഹാസ് എലൈറ്റസ് ഇൻ ദ ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിൽ എലൈറ്റസ് ഉള്ള ബ്രയോഫൈറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ ഇസ് മാർക്കാൻഷ്യ. മാർക്കാൻഷ്യയുടെ ക്യാപ്സ്യൂളിലാണ് എലൈറ്റസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ നമ്മൾ ടെറിഡോഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹോമോസ്പോറസും ഉണ്ട്, ഹെട്രോസ്പോറസും ഉണ്ട്. സെയിം കൈൻഡ് ഓഫ് അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഹോമോസ്പോറസും, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഹെട്രോസ്പോറസ്. അതായത് 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെലാജിനെല്ലയിലും സാൽവീനിയയിലുമാണ് 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പോറുകളുള്ളത്. സോ ഓപ്ഷൻ ബി, സെലാജിനെല്ല ആൻഡ് സാൽവീനിയ ആർ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. ഇനി സെക്കൻഡ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം, അതായത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 2. നെക്സ്റ്റ് നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പാർട്ട് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. മാച്ച് ദ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് വിത്ത് ദ പ്ലാന്റ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ആണ്, അതായത് ജാതി. അപ്പോൾ ജാതിക്ക എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പത്രിയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ജാതിപത്രി. ജാതിപത്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലഷി എയറിലാണ് മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ നട്മെക്കിൻ്റെ ഫ്ലഷി എയറിലാണ് നമ്മൾ എക്കണോമിക്കലി യൂസ് ചെയ്യുന്നത്. ഇനി വിഗ്ന യുഗ്നിക്കുലേറ്റ ഉണ്ട്. വിഗ്ന യുഗ്നിക്കുലേറ്റ എന്ന് പറയുന്നത് അച്ചിങ്ങയാണ്. അപ്പം അതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അച്ചിങ്ങയിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് പ്രോട്ടീൻ സോഴ്സ് വരുന്നത് കോട്ട്ലിഡൻസിൽ നിന്നാണ്. അപ്പം വിഗ്ന യുഗ്നിക്കുലേറ്റയുടെ കോട്ട്ലിഡൻസ് ആണ് നമ്മൾ എഡിബിൾ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് വിഗ്ന യുഗ്നിക്കുലേറ്റ. ഇനി അടുത്തത് കൊർക്കോറസ് ക്യാപ്സുലാരിസ്. കൊർക്കോറസ് ക്യാപ്സുലാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂട്ടാണ്. ജൂട്ട് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഫ്ലോയം ഫൈബേഴ്സ് ആണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. സോ കൊർക്കോറസ് ക്യാപ്സുലാരിസിൻ്റെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്ലോയം ഫൈബേഴ്സ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഫിയറുല്യ അസഫോയിറ്റിഡ. ഫിയറുല്യ അസഫോയിറ്റിഡ എന്ന് പറയുന്നത് നമ്മുടെ കായമാണ്. സോ അതെന്ന് പറയുന്നത് നമ്മുടെ ഫിയറുല്യ അസഫോയിറ്റിഡ പ്ലാന്റിൻ്റെ ഒരു റെസീനാണ്, റൂട്ടിൽ നിന്ന് വരുന്ന ഒരു ഗം റെസീനാണ്. സോ ദ ആൻസർ ഇസ് ഒലിയോ ഗം റെസീൻ ഫ്രം ഫിയറുല്യ അസഫോയിറ്റിഡ. അപ്പോൾ നമ്മൾ നോക്കിയാൽ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? എ മാച്ചസ് വിത്ത് ദി സെക്കൻഡ് ഓപ്ഷൻ. അപ്പം A2 ആൻഡ് ബി മാച്ച് വിത്ത് 1. അപ്പോൾ A2 B1 ആൻഡ് C മാച്ച് വിത്ത് 4 ആൻഡ് D മാച്ച് വിത്ത് 3. So the answer is option C. The question മൈക്രോടെക്നിക് പോർഷനിൽ നിന്നാണ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റെയിനിങ് പ്രൊസീജിയർ ഇൻ ഹിസ്റ്റോളജി ലബോറട്ടറി ഫോർ ലോക്കലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ലോക്കലൈസ് ചെയ്യാൻ, ഒരു സെല്ലിലെ കാർബോഹൈഡ്രേറ്റ് ലോക്കലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് മെത്തേഡ് ഓർ പാസ് മെത്തേഡ്. സുഡാൻ ബ്ലാക്ക് എന്ന് പറയുന്നത് ലിപ്പിഡിനെ ലോക്കലൈസ് ചെയ്യാനും കൊമാസീവ് ബ്രില്യൻ ബ്ലൂ എന്ന് പറയുന്നത് പ്രോട്ടീൻ ലോക്കലൈസേഷന് വേണ്ടിയിട്ടുമാണ്. അനിലിൻ ബ്ലൂ ബ്ലാക്ക് എന്ന് പറയുന്നത് കൊളാജനെ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഫൈബർ ലോക്കലൈസേഷനിലും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഫോർ എ ടെട്രാസ്പോറിക് എംബ്രിയോസാക്ക്. നമ്മൾ പറഞ്ഞ എംബ്രിയോസാക്ക് എന്ന് പറയുന്ന പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ വരുമ്പോൾ ഡ്രൂസ ടൈപ്പാണ് ടെട്രാസ്പോറിക് എംബ്രിയോസാക്ക്. അലിയം ടൈപ്പ് എന്ന് പറയുന്നത് ബൈസ്പോറിക്കും പോളിഗോണം എന്ന് പറയുന്നത് മോണോസ്പോറിക്കിൻ്റെയൊക്കെ എക്സാമ്പിളാണ്. ഡ്രൂസ ടൈപ്പാണ് ടെട്രാസ്പോറിക് എംബ്രിയോസാക്കിൻ്റെ എക്സാമ്പിൾ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡ്രൂസ ടൈപ്പ്. യൂണിറ്റ് 3 നമ്മുടെ ഫങ്ഷണൽ പ്ലാന്റ് ബയോളജി ആൻഡ് അനാലിസിസ് പ്ലാന്റ് ഫിസിയോളജി ആണ്.
ഈ പാർട്ടിൽ നിന്നും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് C2 ഫോട്ടോ റെസ്പിറേഷൻ പാത്വേ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റബോളൈറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ക്ലോറോപ്ലാസ്റ്റ് ടു പെറോക്സിസോം. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ നിന്നും പെറോക്സിസോമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണ് ഇൻ ഫോട്ടോ റെസ്പിറേഷൻ അല്ലെങ്കിൽ C2 സൈക്കിൾ. C2 സൈക്കിളിൽ ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോമും മൈറ്റോകോൺട്രിയയും ഉണ്ട്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ സിന്തസൈസ് ചെയ്യുന്ന ഗ്ലൈക്കോലേറ്റിനെയാണ് പെറോക്സിസോമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇനി അടുത്തത് നമുക്ക് പിന്നെയും ഫോട്ടോസിന്തസിസിൻ്റെ ലൈറ്റ് റിയാക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻ്റഗ്രൽ പ്രോട്ടീൻ കോംപ്ലെക്സ് സൈറ്റോക്രോം B6F കോംപ്ലെക്സ് വിച്ച് കണക്ട് ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2 ഇൻ പ്ലാന്റ് ഇസ് നോൺ ആസ് റിസ്കി സെൻറ്റർ. അപ്പോൾ ഫോട്ടോസിസ്റ്റം 1നെയും ഫോട്ടോസിസ്റ്റം 2നെയും കണക്ട് ചെയ്യുന്നത് സൈറ്റോക്രോം B6F കോംപ്ലെക്സ് ആണ്. ആൻഡ് ദിസ് ഇസ് ബേസിക്കലി നോൺ ആസ് ദി റിസ്കി സെൻറ്റർ. ഈ റിസ്കി സെൻറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കോമ്പോണൻ്റ് ആണ് സൈറ്റോക്രോം B6F. ഇനി അടുത്തത് കെഡാസ്ട്രൽ ജീൻസ് ആർ എ ക്ലാസ് ഓഫ് ജീൻസ് ഇൻവോൾവ് ഇൻ. ഇത് ഫ്ലോറൽ ജെനറ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കെഡാസ്ട്രൽ ജീൻ എന്ന് പറയുമ്പോൾ ദേ ആർ ബേസിക്കലി ഇൻവോൾവ് ഇൻ ഫ്ലവർ ഡെവലപ്മെൻറ്റ്. ഫ്ലവർ ഡെവലപ്മെൻറ്റിൽ വരുന്ന ജീനാണ് കെഡാസ്ട്രൽ ജീൻ. എന്താണ് അവർ ചെയ്യുന്നത്? പൊസിഷൻ ഓഫ് ഈച്ച് വാൾസ്. അപ്പോൾ നമ്മുടെ പെറ്റൽസ് എവിടെ വേണം, സെപ്പൽ എവിടെ വേണം, സ്റ്റെയ്മൻ എവിടെ വേണം, അതേപോലെ ഗൈനീഷ്യം എവിടെ വേണം എന്നൊക്കെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസ് ആണ് കെഡാസ്ട്രൽ ജീൻ. അപ്പം ഫ്ലവർ ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ ഫ്ലവറിൻ്റെ ഓരോ പാർട്ടുകളും എവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ജീനാണ് കെഡാസ്ട്രൽ ജീൻസ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈറ്റോ ഹോർമോൺ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫൈറ്റോ ഹോർമോണിൻ്റെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ ഫൈറ്റോ ഹോർമോൺ ദാറ്റ് ഇൻഡ്യൂസ് സൊമാറ്റൽ ക്ലോഷർ ഇൻ പ്ലാന്റ് ഇസ് അബ്സിസിക് ആസിഡ്. ABA ആണ് പ്ലാന്റിൽ സൊമാറ്റയുടെ ക്ലോഷർ ആൻഡ് ഓപ്പണിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അടുത്തത് നമ്മൾ ബയോ കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എൻസൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഇൻ എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഓഫ് എൻസൈം കറ്റാലിസിസ് റിയാക്ഷൻ. അപ്പോൾ എൻസൈം കറ്റാലിസിസ് റിയാക്ഷനായ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ Vmaxൻ്റെയും KMൻ്റെയും കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ Vmax നോർമലും KM ഇൻക്രീസും അങ്ങനെ ഒരു കണ്ടീഷനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സിമ്പിൾ ഷുഗർ പെയർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എപ്പിമർ. എപ്പിമർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ദേ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല. പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? OHൻ്റെയും Hൻ്റെയും പൊസിഷനാണ്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ OH ആൻഡ് Hൽ വേരിയേഷൻ ഉണ്ടാകും. അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷനിൽ വരുന്ന വേരിയേഷനാണ്. അപ്പോൾ എപ്പിമറിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആണ്. അടുത്തത് നമ്മൾ ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഈവൻറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് T ഡിസ്ട്രിബ്യൂഷൻ. T ടെസ്റ്റിലാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഈവൻറ്റ് അറ്റ് എ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Now, Unit 4 Molecular Cell Biology and Heredity. ജെനറ്റിക്സും മോളിക്കുലാർ ബയോളജിയും വരുന്ന യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ ഓർഗനൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പല ഓർഗനലും അതിൻ്റെ ഫംഗ്ഷനും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഗോൾജി കോംപ്ലെക്സ് ഇസ് ഇൻവോൾവ് ഇൻ സ്റ്റോറേജ് ഓഫ് സിന്തറ്റിക് പ്രോട്ടീൻ. അപ്പോൾ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നും റിഫൈൻഡ് ആയിട്ട് വരുന്ന പ്രോട്ടീനുകളെ സ്റ്റോർ ചെയ്യുകയും അതേപോലെ ആ പ്രോട്ടീനുകളെ മറ്റ് ഓർഗനൽസിലേക്കും സെൻഡ് ചെയ്യുന്ന ഒരു ഓർഗനലാണ് ഗോൾജി കോംപ്ലെക്സ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഒക്കർ ഇൻ മൈറ്റോകോൺട്രിയ. അപ്പം ബീറ്റ ഓക്സിഡേഷൻ്റെ സൈറ്റ് മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫാറ്റി ആസിഡിൻ്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ലൈസോസോം ആക്ട് ആസ് സ്റ്റോർ ഹൗസ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. ലൈസോസോമിനെ സൂയിസൈഡ് ബാഗ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ മെനി ഹൈഡ്രോലൈറ്റിക് എൻസൈം. And the last statement is vacuole act as osmoregulatory structure in the cell. അപ്പോൾ നമ്മുടെ സെല്ലിലെ വാക്യൂൾ എന്താണ്? അതിൽ ബേസിക്കലി വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? സെല്ലിൻ്റെ ഓസ്മോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ വാക്യൂളിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഓസ്മോ റെഗുലേറ്ററി ആണ്. അപ്പോൾ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ ട്രൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 and 4 ആർ കറക്റ്റ്. ഇനി അടുത്തത് സെൽ സൈക്കിൾ എന്ന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ് എൻഷുർ ദാറ്റ്
Each of the various events that make up the cell cycle occur accurately and in proper order. Checkpoints are surveillance mechanisms that halt the progress of cell cycle. അപ്പോൾ സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ ബേസിക്കലി ഡിഫറെൻറ്റ് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ്. അപ്പോൾ ഓരോ നമ്മളുടെ ഓരോ ഇവൻറ്റും നടക്കുന്നതിന് മുമ്പ് അതിൽ വേണ്ട പ്രോട്ടീൻസും അതിന് വേണ്ട എൻസൈംസും അതേപോലെ ഇപ്പോൾ നമുക്ക് DNA റെപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ വല്ല ഡാമേജ് ഉണ്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഓരോ ഇവൻറ്റുകളാണ് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത ഫേസിലേക്ക് പോകത്തില്ല. അപ്പോൾ ഈ പറയുന്ന സെൽ സൈക്കിൾ ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് ഹോൾട്ട് ചെയ്യുന്നത്, എവിടെയൊക്കെ വെച്ചിട്ടാണ് ഹോൾട്ട് ചെയ്യുന്നത്? ക്രോമോസോമൽ DNA ഡാമേജ് ഉണ്ടെങ്കിൽ സെൽ സൈക്കിൾ ചെക്ക് പോയിൻ്റ് അവിടെ വെച്ച് ഹോൾട്ട് ചെയ്യും. അതിനുശേഷം DNA റിപ്പയർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ഫേസിലേക്ക് പോകത്തുള്ളൂ. ഇനി അടുത്തത് DNA റെപ്ലിക്കേഷൻ ഡ്യൂറിങ് എസ് ഫേസ് ഹാസ് നോട്ട് ബീൻ പ്രോപ്പർലി ഡൺ അല്ലെങ്കിൽ പ്രോപ്പർലി കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മുടെ എസ് ഫേസ് എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഫേസ് ആണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അടുത്ത ഫേസിലേക്ക് മൂവ് ചെയ്യില്ല. ക്രോമസോം അലൈൻമെൻറ്റ് ഡ്യൂറിങ് എം ഫേസ് ഇസ് നോട്ട് കംപ്ലീറ്റ്. അപ്പം നമ്മുടെ മെറ്റാഫേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്രോമസോം അറേഞ്ച്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിലും അവിടെ വെച്ചും ഈ പറയുന്ന സെൽ സൈക്കിൾ ഹോൾട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഓൾ ഓഫ് ദി 3 സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ഇസ് ദ കറക്റ്റ് ആൻസർ. നൗ അടുത്തത് DNA റെപ്ലിക്കേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് DNA റെപ്ലിക്കേഷൻ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഇവൻസിൻ്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ഓഫ് ഒറിജിൻ ഓഫ് ഇനീസിയേഷൻ പോയിൻ്റ് ആണ്. അപ്പോൾ ആദ്യം റെക്കഗ്നീഷൻ ഓഫ് ഇനീസിയേഷൻ അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ ഇനീസിയേഷൻ പോയിൻ്റിൻ്റെ റെക്കഗ്നീഷനാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം ആ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഹെലിക്കേസ് എൻസൈം വന്നിട്ട് അൺവൈൻഡിങ് ചെയ്യും. അൺവൈൻഡിങ് ഓഫ് ഡബിൾ ഹെലിക്സ്. അതിനുശേഷം ആ ഷോർട്ട് RNA പ്രൈമർ വരും. അതിനുശേഷം DNA പോളിമറൈസ് എന്ത് ചെയ്യും? ലീഡിങ് സ്ട്രാൻഡിനെയും ലാഗിങ് സ്ട്രാൻഡിനെയും സിന്തസൈസ് ചെയ്യും. സോ ദ കറക്റ്റ് ഓർഡർ ഇസ് റെക്കഗ്നിഷൻ ഓഫ് ഒറിജിൻ ഓഫ് ഇനീസിയേഷൻ പോയിന്റ്, അൺവൈൻഡിങ് ഡബിൾ ഹെലിക്സ്, RNA priming and synthesis of leading and lagging strand. So the answer is option A. Now അടുത്ത ക്വസ്റ്റ്യൻ ജെനറ്റിക്സിൽ നിന്നാണ്. Beside monohybrid crosses and dihybrid crosses, Mendel performed test cross also. A test cross എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾക്കൊരു ഇൻഡിവിജ്വൽ ഉണ്ട്, അതിൻ്റെ ജീനോടൈപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജീനോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ള ഒരു പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ മേറ്റിംഗ് ഓഫ് ആൻ ഇൻകംപ്ലീറ്റ്ലി നോൺ ജീനോടൈപ്പ് ടു എ ജീനോടൈപ്പ് വിച്ച് ഇസ് ഹോമോസൈഗസ് റെസസീവ് അറ്റ് ഓൾ ദ ലോക്കസ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ലോക്കസിലും ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ എഫക്റ്റിംഗ് ചേഞ്ച് ഇൻ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് പോപ്പുലേഷൻ ജെനറ്റിക്സ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടറാണ് ഈ പറയുന്ന ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു? ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഓൾട്ടറേഷൻ വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ മൈഗ്രേഷനും ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഓൾട്ടറേഷൻ വരുത്തുന്നുണ്ട്. സെലക്ഷൻ ഓൾസോ മേക്സ് ചേഞ്ച് ഇൻ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം. റാൻഡം മീറ്റിംഗ് ആണ്, ദാറ്റ് ഇസ് എ ഫാക്ടർ ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, റാൻഡം മീറ്റിംഗ്. നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആണ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്. ഈസി യൂണിറ്റ് ആണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു യൂണിറ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ എക്കോളജി പാർട്ടിൽ നിന്നും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സക്സഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റഡ് വിത്ത് സക്സഷൻ ആൻഡ് സെലക്ട് ദി കറക്റ്റ് വൺ. അപ്പോൾ ആദ്യത്തതിൽ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ സക്സഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ദ ഷിഫ്റ്റ് ഓഫ് ന്യൂട്രിയൻ ഫ്രം ദി റിസർവയർ. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്? ആ റിസർവയറിൽ അല്ലെങ്കിൽ ഏത് സബ്സ്ട്രേറ്റത്തിലാണോ അവർ ജീവിക്കുന്നത് അവിടുത്തെ ന്യൂട്രിയൻറ്റിൻ്റെ എമൗണ്ട് കൂടും. അതായത് സർട്ടൻ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നോർമൽ ആക്ടിവിറ്റി കാരണം അവിടെ അവർ ജീവിക്കുന്ന ആ ഒരു പരിസരത്തെ ന്യൂട്രിയൻസിൻ്റെ റിസർവയർ കൂടും.
ആൻഡ് ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം വിത്ത് ഇൻക്രീസ് ഇൻ നിഷ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ സക്സഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും അവിടുത്തെ ഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് എ ഗ്രാജുവൽ ഡിക്ലൈൻ ഇൻ കോംപ്ലെക്സിറ്റി ഓഫ് ദി ഫുഡ് വെബ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കും, അപ്പോൾ ഫുഡ് വെബിൻ്റെ കോംപ്ലെക്സിറ്റി കൂടുവാണ് ചെയ്യുന്നത്, ഡിക്ലൈൻ അല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ 1, 2, 3 ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി 1, 2 ആൻഡ് 3 ഇസ് ദ കറക്റ്റ് ആൻസർ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. അടുത്ത ക്വസ്റ്റ്യൻ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ നിന്നാണ്. The pollutant gas which slows down our reflex and make us confused and sleepy. അങ്ങനെ റിഫ്ലെക്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതും കൺഫ്യൂഷൻ അല്ലെങ്കിൽ സ്ലീപ്പി എന്ന് പറയുന്ന സിംറ്റംസ് ഒക്കെ വരുന്നത് ബേസിക്കലി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പീപ്പിൾ ബിക്കം സ്ലോ ഡൗൺ ഇൻ റിഫ്ലെക്സ് ആൻഡ് കൺഫ്യൂസ്ഡ് ആൻഡ് സ്ലീപ്പി. ആൻഡ് നെക്സ്റ്റും ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ നിന്നാണ്. സെലക്ട് ദ പ്രൈമറി പൊല്യൂട്ടൻ ഫ്രം ദി ഫോളോയിങ്. കാർബൺ മോണോക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. ഓൾ അതർ വൺ പാൻ, ആസിഡ് റെയിൻ, ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദ പ്രൈമറി പൊല്യൂട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാർജ് എക്കോസിസ്റ്റം ഹാവിംഗ് ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് ഇസ് നോൺ ആസ് എ ബയോം. നൗ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവല്യൂഷനിൽ നിന്നാണ്. കണ്ടിന്യൂസ് പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസം ഹാവ് കം ടു ദെയർ പ്രസൻറ്റ് ഫോം ആൻഡ് ഫങ്ഷൻ ഇസ് ബൈ വാട്ട് ടൈപ്പ് ഓഫ് എവല്യൂഷൻ. എന്ത് ടൈപ്പ് ഓഫ് എവല്യൂഷനിലൂടെയാണ് ഇപ്പോഴത്തെ ലിവിങ് ഓർഗാനിസം ഇവോൾവ് ആയി വന്നത്? ദാറ്റ് ഈസ് പ്രോഗ്രസീവ് എവല്യൂഷൻ. ഓരോ പ്രോഗ്രസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രോഗ്രസീവ് എവല്യൂഷൻ. ഓർഗാനിക് മാറ്ററിൽ നിന്നല്ല, ഇനോർഗാനിക് മോളിക്യൂളിൽ നിന്നല്ല, അതേപോലെ കോംപ്ലെക്സ് ആയുള്ള സ്ട്രക്ചറിൽ നിന്നും സിംപിളർ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്ന ടൈപ്പ് ഓഫ് എവല്യൂഷനുമല്ല. എന്താണ്? പ്രോഗ്രസീവ് എവല്യൂഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് പിന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോഗ്രസീവ് എവല്യൂഷൻ. ലാസ്റ്റ് യൂണിറ്റ് 6 എന്ന് പറയുന്നത് അപ്ലൈഡ് ബോട്ടണി ആണ്. അപ്പം നമുക്ക് അപ്ലൈഡ് ബോട്ടണി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതായത് പ്രീവിയസ് ഇയർ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നിന്നാണ്. എ കെമിക്കൽ മ്യൂട്ടജൻ യൂസ്ഡ് ഫോർ ബ്രീഡിങ്. അപ്പം അതിൽ EMS, UV, മെത്തിലിൻ ബ്ലൂ ആൻഡ് കൊബാൾട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ EMS ആണ് ആൻസർ. EMS ഇസ് ദ കെമിക്കൽ മ്യൂട്ടജൻ, ദാറ്റ് ഇസ് ഈഥൈൽ മീഥൈൽ സൾഫോണേറ്റ്. UV എന്ന് പറയുന്നത് ഫിസിക്കൽ മ്യൂട്ടജൻ്റ് ആണ്. മെത്തിലിൻ ബ്ലൂ ഇസ് എ ഡൈ ആൻഡ് കൊബാൾട്ട് ഇസ് എ മെറ്റൽ. ഇനി അടുത്തത് ഗോൾഡൻ റൈസ് ഇസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് വെറൈറ്റി ഫോർ ദി ബയോസിന്തസിസ് ഓഫ്. ഇത് നമ്മളുടെ ടെക്നിക്സ് ആണ്, ബയോടെക്നോളജിക്കൽ ടെക്നിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് വെറൈറ്റി ആണ്. ആ റൈസ് വെറൈറ്റിക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൽ എന്ത് ബയോസിന്തസിസ് നടക്കുന്നുണ്ട്? ബീറ്റ കെരോട്ടീൻ്റെ ബയോസിന്തസിസ് നടക്കുന്നുണ്ട്. വാട്ട് ഇസ് ബീറ്റ കെരോട്ടീൻ? ബീറ്റ കെരോട്ടീൻ ഇസ് എ പ്രിക്വസർ ഓഫ് വിറ്റമിൻ എ. അപ്പം ഗോൾഡൻ റൈസിൽ ബയോസിന്തസിസ് ഓഫ് ബീറ്റ കെരോട്ടീൻ ആണ് നടക്കുന്നത്. നൗ ആ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് ഏതാണ്? ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ആണ് മെഡ്ലൈൻ. മെഡ്ലൈൻ ഇസ് ദ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ്. നെക്സ്റ്റ് നമുക്ക് ടിഷ്യൂ കൾച്ചർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സെലക്ട് ദ ഫോം ഓഫ് ടിഷ്യൂ കൾച്ചർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷൻ ഇൻ ബയോ റിയാക്ടേഴ്സ്. അപ്പോൾ ബയോ റിയാക്ടേഴ്സിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്യൂട്ട് ചെയ്യുന്ന ബെസ്റ്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാലസ് കൾച്ചർ ആൻഡ് സെൽ സസ്പെൻഷൻ കൾച്ചർ. സെൽ സസ്പെൻഷൻ കൾച്ചറും കാലസ് കൾച്ചറും ബേസിക്കലി സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ടു ഇൻ ബയോ റിയാക്ടർ. നല്ല എഫക്റ്റീവായിട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സെൽ സസ്പെൻഷൻ കൾച്ചർ ആൻഡ് ഹെയറി റൂട്ട് കൾച്ചറും ബെസ്റ്റ് വേ ഓഫ് പ്രൊഡ്യൂസിങ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. കാലസ് കൾച്ചർ ആൻഡ് മൾട്ടിപ്പിൾ ഷൂട്ട്. കാലസ് കൾച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. മൾട്ടിപ്പിൾ ഷൂട്ട് കൾച്ചറും ഇതുപോലെ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന് യൂസ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഹെയറി റൂട്ട് അതേപോലെ സെൽ സസ്പെൻഷൻ കൾച്ചർ ഓർ കാലസ് കൾച്ചർ പോലെ അത്രയ്ക്ക് എമൗണ്ട് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് കിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. സോ നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. വൈറൽ ഡിസീസസ് ഇൻ പ്ലാന്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഐസൊലേഷൻ, റോഗിങ്, ഫീൽഡ് സാനിറ്റേഷൻ. അപ്പോൾ ഈ പറയുന്ന 3 മെത്തേഡും വഴി നമുക്ക് വൈറൽ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാം. സോ ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദീസ്. ഇനി അടുത്തതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ്
is a disease caused by algae. False smut of paddy. False smut of paddy basically ഒരു ഫംഗൽ ഡിസീസാണ്. യൂസ്റ്റ് ലാഗോണിഡെ വിറേൻസ് ആണ് ഈ പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത്. വേറസ് റെഡ് റസ്റ്റ് ഓഫ് ടീ എടുത്താലോ, ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ആൻ ആൽഗെ സെഫൽയൂറോസിസ്. ആൻഡ് കോഫി റസ്റ്റ് എന്ന് പറയുന്നത് ഹെമീലിയ വെസ്റ്റാട്രിക്സ് എന്ന് പറയുന്ന ഫംഗൽ ഡിസീസാണ്. യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, റെഡ് റസ്റ്റ് ഓഫ് ടീ. എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതുക, അതിനുവേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫ്രം ടോസ് അക്കാഡമി.